പാലക്കാട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നതിനിടയിലായിരുന്നു സംഭവം. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, മാധ്യമപ്രവർത്തകരെ രമേശ് ചെന്നിത്തല കാണുന്ന അതേ സമയത്ത് തന്നെയാണ് പ്രകോപിതരായി മാധ്യമപ്രവർത്തകർക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരെ നമ്മൾ കണ്ടത്. ഇതിൽ എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? സുരേഷ്, തീർച്ചയായിട്ടും പാലക്കാട് കുത്തനൂർ എന്ന സ്ഥലത്ത് വെച്ച് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്ന സമയത്താണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പ്രകോപനവുമായിട്ട് രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കേണ്ട, പണം വാങ്ങിയാണ് മാധ്യമങ്ങൾ ഈ രാഹുൽ വിഷയം മാത്രം ഇങ്ങനെ ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ചേർന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയത്. ഏതായാലും ഈ ഒരു കയ്യേറ്റത്തിൽ ഇപ്പോൾ KUWJ ഉൾപ്പെടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൈരളി റിപ്പോർട്ടറായ സച്ചിൻ വള്ളിക്കാടിനെ മർദ്ദിക്കാൻ ശ്രമിച്ച സമയത്ത് മാതൃഭൂമി റിപ്പോർട്ടറായ ഗോകുൽ വീസിനെ, അതുപോലെ ജനൻ TV റിപ്പോർട്ടറായ അരുൺ ആലത്തൂർ എന്ന എന്നെയും, അതുപോലെ തന്നെ ന്യൂസ് മലയാളം റിപ്പോർട്ടർ അജിത് ബാബു, മനോരമ റിപ്പോർട്ടർ ഷഫീഖ് ഇളയടത്ത്, മീഡിയ വൺ റിപ്പോർട്ടർ സാജിദ് അജ്മൽ എന്നിങ്ങനെ ഉള്ള ആളുകൾക്ക് നേരെയാണ് കുന്തും തള്ളും ഒക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഒരു പ്രകോപനവുമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കാരണം ഈ രാഹുലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിക്കൊണ്ട് രാഹുലിനെ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്തി വരുന്നതിനിടെയാണ് ഒരു യുവതി മുഖ്യമന്ത്രിക്ക് കൃത്യമായി രാഹുലിനെതിരെ പരാതി നൽകി രംഗത്ത്. ഇവിടെ അരുൺ, മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത, ഈ കോൺഗ്രസ് നേതൃത്വം ഈ രാഹുലിനെ കൈവിട്ടു എന്ന് പറയുന്നു, കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന സമീപനം അതേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സ്വീകരിക്കുന്നു. അതായത് കോൺഗ്രസ് ഇപ്പോഴും രാഹുലിനൊപ്പമുണ്ട്, സംരക്ഷിക്കുന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് ആദ്യം മുതൽക്ക് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം രാഹുലിനെതിരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ കോൺഗ്രസ് ഒരു പ്രാവശ്യം പറയുകയുണ്ടായി. പക്ഷേ പിന്നീട് അതേ രാഹുൽ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചെത്തി വലിയ രീതിയിൽ പ്രചാരണ പരിപാടികൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടികൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയതിലൊക്കെ രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് CPM സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് തങ്ങൾ സ്വീകരിച്ചല്ലോ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ആ ഒരു നിലപാട് എന്നുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന്, അതായത് ഈ ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷവും തിരിച്ച് പാലക്കാട് എത്തിയ രാഹുൽ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടെ തന്നെ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു പ്രധാന മുഖമായിട്ടൊക്കെ രാഹുലിനെ അവതരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അത്തരത്തിൽ കോൺഗ്രസ് ഒരു വശത്ത് നടപടി എടുത്തു എന്ന് പറയുമ്പോഴും മറുവശത്ത് രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു യുവതി കൂടി ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നതോടുകൂടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സാഹചര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് ഏതു വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവ്വം നടത്തുന്നത്. ശബരിമല വിഷയത്തെ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ ഏതായാലും രമേശ് ചെന്നിത്തല പാലക്കാട് കുത്തനൂരിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറയാതെ അദ്ദേഹം ബുദ്ധിമുട്ടുന്ന സാഹചര്യമായിരുന്നു. കോടതിയിലല്ലേ, കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് നിലപാട് പറയുമെന്ന് നോക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സമീപനമായിരുന്നു രമേശ് ചെന്നിത്തല സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായിട്ടും കോൺഗ്രസ് നേതാക്കളോട് ഉയരുന്ന ചോദ്യം എന്നുള്ളത് രാഹുലിനെ പുറത്താക്കുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്,
രാഹുലിന്റെ രാജി ആവശ്യപ്പെടുമോ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നതുവരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിൽ അവർ അസഹിഷ്ണുരായിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട്ടെ ജനങ്ങളുടെ തലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു മോശം വ്യക്തിയെ കെട്ടിവെച്ചത് ഇതേ കോൺഗ്രസ് ആണ്, ഇതേ കോൺഗ്രസ് നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന നടപടികളും അത് തീർത്തും പ്രതിഷേധാർഹമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ KUWJ ഉൾപ്പെടെ ഇതിനോടകം തന്നെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.